നമസ്കാരം. 2024 കഴിയുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബ് അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനുമായി ബന്ധപ്പെട്ട പോളിസിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പുതിയൊരു അപ്ഡേറ്റ് 2025 ഫെബ്രുവരി 10 മുതൽ വരികയാണ്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസി അപ്ഡേറ്റിനെ കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ചെറിയ മിസ്റ്റേക്ക് മതി നമ്മുടെ ചാനൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വരാനും അതിലൂടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകാൻ. അപ്പൊ ഇപ്പൊ നമ്മൾ ഇനി പുതുതായിട്ട് ഇടാൻ പോകുന്ന വീഡിയോയിൽ മാത്രമല്ല ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ ബാധകമാവുക. നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ വല്ലതും ഈ പോളിസി അപ്ഡേറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോകൾ കാരണം ചിലപ്പോൾ നമ്മൾ 10 വർഷം മുമ്പ് ഇട്ട വീഡിയോ ആയിരിക്കും ഇന്ന് നമുക്ക് പണി കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ചാനലിലെ വീഡിയോസിൽ വല്ലതും അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്കോടെ ചെയ്തേക്കുക. യൂട്യൂബിൽ ഹറാസ്മെന്റ് പോളിസി എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസി ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഹറാസ്മെന്റ് പോളിസിക്കുള്ളിൽ കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഹറാസ്മെന്റ് പോളിസി നേരത്തെ തൊട്ടുള്ളതാണ്. പക്ഷേ അതിൽ കുറെ കാര്യങ്ങൾ യൂട്യൂബ് സ്ട്രിക്റ്റ് ആക്കുകയും ആഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ ക്ലിയർ ആയിട്ട് ഈ ഹറാസ്മെന്റ് പോളിസി എന്താണെന്നും അതെങ്ങനെയാണ് നമ്മുടെ വീഡിയോകളിൽ പണിയായിട്ട് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം ഉണ്ടാകുക. ചാനൽ ടെർമിനേറ്റ് ആകുകയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ഒക്കെ കിട്ടുകയും ചെയ്യുക. ഇവിടെ ഹറാസ്മെന്റ് പോളിസിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടന്റ് ദാറ്റ് ഷെയർസ് threaten to share or encourage others to share non-public personal identifiable information, അതായത് PII, മറ്റാരുടെയെങ്കിലും പേഴ്സണൽ ഇൻഫർമേഷൻസ് അടങ്ങിയ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വയലേഷൻ ആണ്. അത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാവേ. ഹോം അഡ്രസ്, ഇമെയിൽ അഡ്രസ്, സൈൻ ഇൻ ക്രെഡൻഷ്യൽസ് ലൈക്ക് യൂസർ നെയിം ഓർ പാസ്വേഡ്, ഫോൺ നമ്പർ, പാസ്പോർട്ട് നമ്പർ, മെഡിക്കൽ റെക്കോർഡ്സ് ഓർ ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷൻ, ഇത്രയും കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ എന്നല്ല ഇതേപോലെയുള്ള മറ്റ് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതിപ്പം നമ്മളുടെ തന്നെ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചെന്ന് പറഞ്ഞാലും മറ്റാരുടെയെങ്കിലും ഇതേപോലെയുള്ള ഇൻഫർമേഷനുകൾ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചെന്ന് പറഞ്ഞാലും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വരും. ഈ ഒരു സംഭവം യൂട്യൂബിൽ നേരത്തെ തൊട്ടുണ്ടെങ്കിൽ പോലും ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് യൂട്യൂബ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പഴയ വീഡിയോകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇതേപോലെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ, ഈ പറയുന്ന അഡ്രസ്സോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഇമെയിൽ ID, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നത് കാണിക്കുന്നു. അത് നിങ്ങളുടെ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്നു. അവിടെ നിങ്ങളുടെ ഇമെയിൽ IDയും നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ അവിടെ ഷോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസിലും ഈ ഒരു പോളിസി ബാധകമാണ്. അവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും നിങ്ങളുടെ വീഡിയോയിൽ ഇതേപോലുള്ള പേഴ്സണൽ ഇൻഫർമേഷനുകൾ ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആയിട്ടുള്ളത് കാണിക്കാം. ഫേക്ക് ആയിട്ടുള്ളത് കാണിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഇമെയിൽ ID അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്രസ്സ് പോലെയുള്ള ഇൻഫർമേഷനുകൾ കാണിച്ചിരിക്കുന്നത് ഫേക്ക് ആണ് എന്നുള്ള കാര്യം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ആ വീഡിയോ സ്ക്രീനിലോ തന്നെ നിങ്ങൾ എഴുതി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. ഒരു കാരണവശാലും ആരുടെയും പേഴ്സണൽ ഇൻഫർമേഷനുകൾ ഇതേപോലെ വീഡിയോകളിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത് ദിസ് ഡസന്റ് ഇൻക്ലൂഡ് പോസ്റ്റിംഗ് വൈഡ്ലി അവൈലബിൾ പബ്ലിക് ഇൻഫർമേഷൻ ലൈക്ക് ആൻ ഒഫീഷ്യൽ ഓഫീസ് നമ്പർ ഓർ ഫോൺ നമ്പർ ഓഫ് എ ബിസിനസ്. അതായത് ചില ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഷെയർ ചെയ്യുന്നത് കുഴപ്പമില്ല. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അബ്യൂസീവ് ബിഹേവിയർ. ആരെങ്കിലും അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഇവിടെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസി വയലേഷൻ ആണ്. അതേപോലെ ത്രട്ടൺ ചെയ്യുന്ന വീഡിയോകൾ, അതായത് വെല്ലുവിളി പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള നീ അവിടെ വാടക നിന്നെ എങ്ങനെ കാണിച്ചു തരാം, അല്ലെങ്കിൽ എൻ്റെ ഇന്ന ആയതുകൊണ്ട് ഞാൻ നിന്നെ അതുകൊണ്ട് അത് ചെയ്യും ഇത് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ത്രട്ടൺ ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസി വയലേഷൻ ആണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ സദാചാര പോലീസ് ചെയ്യാൻ വന്നിട്ട് മറ്റുള്ളവരെ കൂട്ടം കൂടി ആക്രമിക്കുക, ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അത് വീഡിയോ ആക്കിയിട്ടെന്ന് പറഞ്ഞാലും അതും ഇത് ഈ പോളിസിയിൽ വയലേഷൻ ആണ്. പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാർ സ്റ്റണ്ടിങ്, ബൈക്ക് റൈഡിങ്, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടല്ലോ, അത് ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ കാണിക്കുകയും മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിൽ കാണിക്കുന്ന സ്റ്റണ്ടുകൾ റെക്കോർഡ് ചെയ്ത് അത് വീഡിയോ ആക്കിയെന്ന് പറഞ്ഞാലും പ്രശ്നം ഉണ്ടാവും. നമുക്കറിയാം ഇതേപോലെ കാർ റേസിംഗ്, അതേപോലെ ബൈക്ക് സ്റ്റണ്ടിങ്, ഇതൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നതാണ്. അതിനൊന്നും പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതൊന്നും ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തവർ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഫ്രണ്ട് വീൽ അങ്ങോട്ട് പൊക്കുകയും അടിച്ചു തെറ്റി വീഴുകയും ചെയ്യും. അത് ഓടിക്കുന്നവരും പണിയാണ്, റോഡ് സൈഡിൽ നിൽക്കുന്നവരും പണിയാണ്. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വീഡിയോകൾ എടുക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകൾ ഇനി യൂട്യൂബിൽ ഇട്ടെന്ന് പറഞ്ഞാൽ അതിന് ഉറപ്പായിട്ട് പണി കിട്ടും. അത് യൂട്യൂബിന്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം കണ്ടുപിടിച്ച് പണി കൊടുത്തില്ലെങ്കിലും ആരെങ്കിലും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ടീം അത് ചെക്ക് ചെയ്യുകയും അതിലൂടെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വരികയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റുകൾ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അടുത്തതായിട്ട് മറ്റാർക്കെങ്കിലും ഉണ്ടാകുന്ന സീരിയസ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും ഈ പോളിസിയിൽ വയലേഷൻ ആണ്. അതേപോലെ ഒരാൾക്കുണ്ടാകുന്ന ഒരു സീരിയസ്
സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു വലിയ അപകടം അതിനെ അതേ രീതിയിൽ വരച്ച് കാണിക്കുന്ന രീതിയിൽ അതിന്റെ ഫോട്ടോസ് ഒക്കെ കാണിച്ചിട്ട് നമ്മൾ അത് കാണുന്ന ആൾക്ക് ആ അപകടം കാണുന്ന ഒരു ഫീൽ തോന്നുന്ന രീതിയിൽ അത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതും ഈ പോളിസിയിൽ വയലേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്ര ഭീകരമായിട്ടൊരു കാര്യത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പോളിസിയിൽ വയലേഷൻ ആണ്. അടുത്തായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടന്റ് ദാറ്റ് കണ്ടെയ്ൻ അൺവാണ്ടഡ് സെക്ഷലൈസേഷൻ ഓഫ് എ ഐഡന്റിഫയബിൾ ഇൻഡിവിജ്വൽ. ഇതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള സെക്ഷലൈസേഷൻ, മറ്റൊരാളെ കുറിച്ച് ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വൃത്തികേടായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന പരിപാടി, അങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകൾക്കും ഈ ഒരു പോളിസി ബാധകമാണ്. അടുത്തത് കണ്ടന്റ് ദാറ്റ് ഡിനൈസ് ഓർ മിനിമൈസ് സംവൺസ് റോൾസ് ആസ് എ വിക്ടിം ഓഫ് എ വെൽ ഡോക്യുമെന്റഡ് മേജർ വയലന്റ് ഇവന്റ്. അതായത് അങ്ങനെ എന്തെങ്കിലും ഒരു മേജർ വയലന്റ് ഇവന്റ് നടന്നു, അത് വളരെ ക്ലിയർ ആയിട്ട് ഡോക്യുമെന്റഡ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നതും അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല അല്ലെങ്കിൽ അത് ഈ പറയുന്ന രീതിയിലല്ല എന്ന രീതിയിൽ നമ്മളൊരു വലിയ മേജർ ആയിട്ടുള്ള സംഭവം ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നതും ഈ പോളിസിക്കുള്ളിൽ വരുന്നുണ്ട്. നമ്മൾ പ്രശ്നമല്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും യൂട്യൂബിന് പ്രശ്നമാണ്. യൂട്യൂബിന്റെ പോളിസിയിൽ അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ആരെയും ടോർച്ചർ ചെയ്യുന്ന വീഡിയോകൾ, അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്ന ടൈപ്പ് വീഡിയോസ് ഉണ്ടല്ലോ, അതിൽ ഒരുപാട് ബ്ലഡ് ഒക്കെ കാണിച്ചുകൊണ്ട്, അതായത് ഒരു സിനിമയ്ക്കകത്തെ സംഭവം അല്ല ഞാൻ ഈ പറയുന്നത്, റിയൽ ആയിട്ട് അങ്ങനെ വല്ലതും നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ റീച്ചിന് വേണ്ടി ഉപയോഗിക്കാൻ നടക്കുന്ന ഒരുപാട് പാപ്പരാസി ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇപ്പോൾ അത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകളൊക്കെ എടുത്ത് എന്തായാലും കുഴപ്പമില്ല, ഒരു കണ്ടന്റ് ആയാൽ മതി, അതിൽ വ്യൂ വന്നാൽ മതി, എനിക്ക് അതിലൂടെ പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആ ഒരു പരിപാടി നിങ്ങൾ എന്തിനേയും പൈസയാക്കി മാറ്റാം, എന്തിനേയും വ്യൂ ആക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം മുമ്പോട്ടുള്ള സമയത്ത് യൂട്യൂബ് അതിനൊക്കെ തടയിടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ഹറാസ്മെന്റ് പോളിസിയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല, ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഹറാസ്മെന്റ് ആൻഡ് സൈബർ ബുള്ളിംഗ് പോളിസീസ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോളിസിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കും. ആ ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം യൂട്യൂബുമായി ബന്ധപ്പെട്ട് എന്ത് പോളിസീസ് വന്നാലും ഞാനത് വീഡിയോ ആക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ യൂട്യൂബ് പോളിസി അപ്ഡേറ്റുകളെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനക്കെട്ടിരുന്ന് വീഡിയോ ചെയ്യും, ആരും ആ വീഡിയോ അവസാനം വരെ കാണത്തില്ല, പകുതി വരെ ഇട്ടിട്ട് പോകും, അതിനെ ലൈക്ക് ചെയ്യത്തില്ല, കമന്റ് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ ഈ വീഡിയോകൾ ഇങ്ങനത്തെ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം നാളെ ഒരു പണി നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും മുമ്പ് അപ്ലോഡ് ചെയ്ത പല വീഡിയോകൾ ഈ അഡ്രസ്സ്, അതേപോലെ ഇമെയിൽ ID, ഫോൺ നമ്പർ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ എന്റേത് തന്നെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഇനി അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം അതൊക്കെ യൂട്യൂബിന്റെ സിസ്റ്റം ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യത ഇനി മുമ്പോട്ടുള്ള സമയത്ത് കൂടുതലാണ്. കാരണം ഇവർ ഈ പോളിസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ പഴയ വീഡിയോകളാണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.